കൃത്യമായ ആസൂത്രണത്തോടെയാണ് അയാൾ ആ വേട്ട തുടങ്ങിയത്. ഉച്ചവേലിന്റെ നിശബ്ദതയെ മുറിച്ചുകൊണ്ടുയർന്ന ഒരു അട്ടഹാസം. ആകാശത്തു നിന്നെന്ന പോലെ ഒരു വാൾത്തലപ്പ് അവളുടെ തലയിലേക്ക് പതിച്ചു. പ്രാണരക്ഷാർത്ഥം അവൾ അടുക്കളയിലെ ഇരുളിലേക്ക് ഓടി. പക്ഷേ ആ വേട്ടക്കാരന്റെ കൈകളിൽ പിന്നെ തിളങ്ങിയത് ഒരു കത്രികത്തുമ്പായിരുന്നു. വെറും 10 മിനിറ്റുകൾക്കുള്ളിൽ ആ സ്വീകരണ മുറി ചോരയിൽ കുതിർന്നു. കോപ്പി ക്യാറ്റ് ക്രൈം തിയറി. മനുഷ്യൻ കണ്ടും കേട്ടും പഠിക്കുന്ന അക്രമവാസനകളുടെ നേർക്കാഴ്ച. ഒരു ക്രൈം സീരീസ് അയാളുടെ കൊടും കൊലപാതകയെ ഉണർത്തുകയായിരുന്നു. കുറ്റകൃത്യം ഒരു കലയായി മാറിയ വെള്ളിത്തിരയിലെ ദൃശ്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് പകർത്തിയപ്പോൾ അയാൾ ഉപയോഗിച്ച കോപ്പി ക്യാറ്റ് ക്രൈം തിയറി നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചു. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. മനുഷ്യൻ ഒരു വേട്ടമൃഗമായി മാറുന്നത് എപ്പോഴാണ്? വെറും മണ്ണും ഭൗതിക മോഹങ്ങളും രക്തബന്ധങ്ങളുടെ വിശുദ്ധിയേക്കാൾ വിലയുള്ളതാകും. 2026 ജൂലൈ മാസത്തെ ആ ഇരുണ്ട ദിനത്തിൽ മെട്രോപൊളിറ്റൻ നഗരത്തിലെ ഒരു അടച്ചിട്ട വീടിന്റെ ചുവരുകൾ സാക്ഷിയായത് പരിഷ്കൃത മനുഷ്യന്റെ ഏറ്റവും ക്രൂരമായ മുഖത്തിനാണ്. 2026 ജൂലൈ 30 വ്യാഴാഴ്ച. സമയം വൈകിട്ട് 6 മണി. വൈകുന്നേരമായിട്ടും അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് പരിഭ്രാന്തിയിലായിരുന്നു സൗരവ് സിംഗ് എന്ന യുവാവ്. ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിക്കടുത്ത നോയിഡയിലെ ഒരു ലൈബ്രറിയിലാണ് അവൻ. അമ്മയെ പലതവണ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അമ്മ ഫോൺ എടുക്കുന്നില്ല. ലൈബ്രറിയിലെ റഫറൻസ് അവസാനിപ്പിച്ച ഗൗരവ് ഡൽഹിയിലെ വീട്ടിലേക്ക് മടങ്ങി. ഏതാണ്ട് രാത്രി 9 മണി കഴിഞ്ഞതോടെ വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ ഫ്ലാറ്റ് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അമ്മയെ ഒരു തവണ കൂടി ഫോണിൽ വിളിച്ചു നോക്കാമെന്ന് കരുതി. പക്ഷേ അപ്പോഴും നിരാശയായിരുന്നു ഫലം. ഒരല്പനേരം കതകിൽ മുട്ടുകയും വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സമയം രാത്രി 9:15. ഗഗൻ വിഹാർ, കിഴക്കൻ ഡൽഹി. ഗഗൻ വിഹാറിലുള്ള 4 നില കെട്ടിടത്തിന്റെ 2ാം നിലയിലെ ഒരു ഫ്ളാറ്റിലാണ് അവരുടെ താമസം. ഗൗരവും സഹോദരിയും മാതാപിതാക്കളായ കമൽ സിംഗും കോമൾ സിംഗുമായിരുന്നു ഫ്ളാറ്റിലെ താമസക്കാർ. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പിതാവ് കമൽ സിംഗിന്റെ മാതാപിതാക്കളും 3ാം നിലയിൽ കമൽ സിംഗിന്റെ മൂത്ത സഹോദരന്റെ കുടുംബവും 4ാം നിലയിൽ കമൽ സിംഗിന്റെ ഇളയ സഹോദരനുമാണ് താമസിക്കുന്നത്. കൈവശമുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് വീട് തുറക്കാൻ തന്നെ ഗൗരവ് തീരുമാനിച്ചു. എന്നാൽ അകത്ത് കയറിയ ഗൗരവ് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ലിവിംഗ് റൂമിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് അമ്മ കോമൾ സിംഗ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മറിഞ്ഞു വീണുണ്ടായ അപകടമല്ല എന്ന് ആ മകന് മനസ്സിലായി. തന്റെ അമ്മ കോമൾ സിംഗിനെ ആരോ ആക്രമിച്ചിരിക്കുന്നു. കാഴ്ച കണ്ട് ഞെട്ടിയ ഗൗരവ് സിംഗ് ആ വിവരം ഫ്ളാറ്റിലെ മറ്റു നിലകളിൽ താമസിച്ചിരുന്ന ബന്ധുക്കളോട് പറഞ്ഞു. കോമൾ സിംഗ് കൊല്ലപ്പെട്ടതറിഞ്ഞ് അവരെല്ലാം ആ ഫ്ളാറ്റിലേക്ക് ഓടിയെത്തി. ഭീതിതമായിരുന്നു ആ കാഴ്ച. വൈകാതെ മകൻ ഗൗരവ് സിംഗ് തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. കിഴക്കൻ ഡൽഹിയിലെ ജഗത്പുരി പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഗഗൻ വിഹാറും പരിസര പ്രദേശങ്ങളും. കോമൾ സിംഗിന്റെ കൊലപാതക വിവരമറിഞ്ഞ ജഗത്പുരി പോലീസ് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. സമയം രാത്രി 10 മണി. പോലീസ് എത്തി ഫ്ളാറ്റും പരിസരവും ബന്ദോബസ്തിലാക്കി. ലിവിംഗ് റൂമിലെ രക്തക്കറയും തെളിവുകളും നശിക്കാതിരിക്കാൻ ഫ്ളാറ്റ് പൂർണ്ണമായും പോലീസ് സീൽ ചെയ്തു. മരിച്ചു കിടക്കുന്ന കോമളിന്റെ കയ്യിൽ നിന്ന് രക്തം പുരണ്ട ഒരു കത്രിക പോലീസ് കണ്ടെത്തി. രക്തം ചീറി കട്ടിലിലും തറയിലുമൊക്കെ തെറിച്ച നിലയിലായിരുന്നു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ, രക്തസാമ്പിളുകൾ, വിരലടയാളങ്ങൾ എന്നിവ ശേഖരിച്ചു.
കോമളിന്റെ കഴുത്തിലും പുറത്തുമായി 10ഓളം ആഴത്തിലുള്ള മുറിവുകൾ പോലീസ് കണ്ടെത്തി. തലയ്ക്ക് കനത്ത ആയുധം കൊണ്ടുള്ള അടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹം പോലീസിന്റെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി കിഴക്കൻ ഡൽഹിയിലെ കർക്കർഡൂമയിലുള്ള സർക്കാർ ആശുപത്രിയായ ഡോക്ടർ ഹെഗ്ഡേവാർ ആരോഗ്യ സംസ്ഥാനിലേക്ക് മാറ്റി. ആദ്യം മൃതദേഹം കണ്ട ഗൗരവ് സിംഗിന്റെ മൊഴി തന്നെ പോലീസ് ആദ്യം രേഖപ്പെടുത്തി. കേസിൽ മകൻ ഡോക്ടർ ഗൗരവ് സിംഗ് ഡൽഹി പോലീസിന് നൽകിയ മൊഴി കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒന്നായി മാറി. രാവിലെ താനും സഹോദരി ഗൗരികയും വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് മാതാപിതാക്കൾ തമ്മിൽ വലിയ വഴക്ക് നടന്നു. ഒരു വസ്തുതർക്കത്തിലാണ് കടുത്ത വാഗ്വാദവും വഴക്കും നടന്നത്. ഗൗരവ് പോലീസിനോട് വെളിപ്പെടുത്തി. മെഡിക്കൽ PG പ്രവേശന പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾക്കായി നോയിഡയിലെ ലൈബ്രറിയിലേക്കും ജർമ്മൻ ഭാഷാ അധ്യാപികയായ സഹോദരി ജോലിസ്ഥലത്തേക്കും പോയതോടെ വീട്ടിൽ മാതാപിതാക്കൾ മാത്രമാണുണ്ടായിരുന്നതെന്നും ഗൗരവ മൊഴി നൽകി. ആ വീട്ടിൽ കോമളിനൊപ്പമുണ്ടായിരുന്ന കമൽ സിംഗിനെ ആ വീട്ടിൽ കാണാനുണ്ടായിരുന്നില്ല. രാവിലത്തെ വഴക്കിന്റെ പശ്ചാത്തലത്തിൽ ഈ അപ്രത്യക്ഷമാകലിനെ കൂടി ചേർത്ത് വായിച്ചാൽ ഇത് തന്റെ സ്വന്തം പിതാവ് തന്നെ ചെയ്ത കൊലപാതകമാണെന്ന് ഗൗരവ പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞു. ഗൗരവിന്റെ നിർണായക മൊഴിക്കു പിന്നാലെ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഫ്ളാറ്റിന്റെയും പരിസരത്തുമുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസ് ആദ്യം പരിശോധിച്ചത്. ഇതിൽ നിന്ന് ഉച്ചയോടെ കമൽ സിംഗ് ബാഗുമായി ഒരു സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി. കോമളിന്റെ കയ്യിൽ രക്തം പുരണ്ട കത്രിക വച്ചത് ഒരുപക്ഷെ ആത്മഹത്യയാണെന്ന് വരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണെന്ന് പോലീസ് വിലയിരുത്തി. തലയിലേറ്റ കനത്ത മുറിവും ആഴത്തിലുള്ള മറ്റു കുത്തുകളും പരിശോധിച്ച പോലീസ് ഇത് ആസൂത്രിത കൊലപാതകമാണെന്ന് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചു. കമൽ സിംഗ് തന്നെയായിരിക്കും കോമളിനെ വധിച്ചത് എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. പോലീസിന്റെ പ്രാഥമിക അന്വേഷണവും ഫോറൻസിക് സൂചനകളും മൃതദേഹ പരിശോധനാ ഫലവും ക്രോഡീകരിച്ചു. അതൊരു കൊലപാതകം തന്നെ എന്ന കാര്യം ഉറപ്പിച്ചു. പോലീസ് മറ്റു നടപടികളിലേക്ക് കടന്നു. 2026 ജൂലൈ 31 വെള്ളിയാഴ്ച തൊട്ടടുത്ത ദിവസം പുലർന്നപ്പോഴേക്കും ജഗത്പുരി പോലീസ് കോമൾ സിംഗ് വധക്കേസിൽ FIR ഇട്ട കേസ് രജിസ്റ്റർ ചെയ്തു. കോമൾ സിംഗ്, വയസ്സ് 50, ട്യൂഷൻ അധ്യാപിക, ഗഗൻ വിഹാർ, കിഴക്കൻ ഡൽഹി. കമൽ സിംഗ് ഓൺലൈൻ കമ്പ്യൂട്ടർ ക്ലാസ് എടുക്കുന്ന സോഫ്റ്റ്വെയർ കൺസൾട്ടന്റ് ആയിരുന്നു. 27 വർഷം മുമ്പാണ് കോമളും കമലും തമ്മിൽ വിവാഹിതരായത്. തുടക്കത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നുവെങ്കിലും പിന്നീട് ഇവർ തമ്മിൽ തർക്കങ്ങൾ പതിവായിരുന്നുവെന്ന് മക്കളായ ഗഗനും ഗൗരികയും പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ 1 വർഷത്തോളമായി തർക്കം അതീവ രൂക്ഷമായിരുന്നു. ഇരുവരും ഒരേ ഫ്ളാറ്റിലാണ് കഴിഞ്ഞിരുന്നതെങ്കിലും 2 മുറികളിലായാണ് താമസിച്ചിരുന്നത്. വൈദ്യുതി ബില്ലുകൾ പോലും വെവ്വേറെയാണ് ഇരുവരും അടച്ചിരുന്നത്. കമലിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നതായിരുന്നു ദമ്പതികൾ തമ്മിലുള്ള തർക്കവും വഴക്കും കടുക്കാൻ കാരണമായത്. അടുത്തിടെ കമൽ നടത്തിയ മുംബൈ യാത്രയ്ക്കിടെ ടെക്കിയായ കമൽ സിംഗ് മറ്റൊരു സ്ത്രീയുമായി സൗഹൃദത്തിലായി. ഈ സൗഹൃദം ഭാര്യ അറിഞ്ഞതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു. അടുത്തിടെ കമൽ സിംഗ് ജഗത്പുരിയിൽ പുതിയൊരു വസ്തു വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു. സ്വന്തം പിതാവിന്റെ പേരിൽ വസ്തു വാങ്ങാനായിരുന്നു കമലിന്റെ നീക്കം. എന്നാൽ ഭാര്യയായ കോമൾ ഈ സ്വത്തിൽ പങ്കുവേണമെന്നാവശ്യപ്പെട്ടു. ഇതോടെയാണ് തർക്കം മൂർച്ഛിച്ചത്. വീടിനു ചുറ്റുമുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്ന് കമൽ ബാഗുമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിച്ചതോടെയാണ്
പോലീസ് മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയത്, കമലിന്റെ തോളിലുണ്ടായിരുന്ന വലിയ ബാഗിൽ നിന്ന് എന്തോ ഒരു കൂർത്ത വസ്തു പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതൊരു വാളാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. കമൽ സിംഗ് രക്ഷപ്പെടുന്നതിനിടയിൽ 2 ബാങ്കുകളിൽ കയറിയിരുന്നതായും ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് കണ്ടെത്തി. 2 ബാങ്കുകളിൽ നിന്നായി 7 ലക്ഷത്തോളം രൂപയാണ് കമൽ പിൻവലിച്ചത്. മാത്രമല്ല, കോമളിന്റെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5 ലക്ഷം രൂപ കൈക്കലാക്കിയ ശേഷമാണ് കമൽ രക്ഷപ്പെട്ടിരിക്കുന്നതെന്നും പോലീസ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. 2026 ഓഗസ്റ്റ് 1 ശനിയാഴ്ച കമലിന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷനും കോൾ റെക്കോർഡും പരിശോധിച്ച പോലീസിന് ഒരു സൂചന കൂടി കിട്ടി. ഡൽഹിയിൽ നിന്ന് കമൽ ഉത്തർപ്രദേശിലേക്കാണ് കടന്നിരിക്കുന്നത്. UP-യിലെ ഗോരഖ്പൂരിൽ വെച്ച് കമൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ടവർ ലൊക്കേഷൻ വഴി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. കമലിന്റെ നീക്കത്തിൽ നിന്ന് മറ്റൊരു നിഗമനത്തിലേക്ക് കൂടിയെത്തി. നേപ്പാൾ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലം മാത്രമേയുള്ളൂ ഗോരഖ്പൂർ നഗരത്തിന്. ഒരുപക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നേപ്പാളിലേക്ക് കടക്കാനുള്ള നീക്കത്തിലായിരുന്നിരിക്കാം കമൽ. പോലീസ് വൈകാതെ ഗോരഖ്പൂർ പോലീസിനും സശസ്ത്ര സീമാ ബെല്ലിനും കമലിന്റെ വിവരം കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ കാവൽ ചുമതലയുള്ള കേന്ദ്ര സായുധ പോലീസ് സേനയാണ് SSB. കമൽ അതിർത്തി കടക്കാതിരിക്കാനാണ് ഡൽഹി പോലീസ് അതിർത്തിയിലെ SSB ചെക്ക് പോസ്റ്റുകളിലേക്ക് പ്രതിയുടെ ചിത്രങ്ങളും വിവരങ്ങളും അടിയന്തരമായി കൈമാറിയത്. പോലീസ് പിന്തുടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ അയാൾ എടുക്കുന്നുണ്ടെന്ന് പോലീസ് അനുമാനിച്ചു. ഫോൺ ഓഫ് ചെയ്തുള്ള അയാളുടെ പലായനം അതാണ് സൂചിപ്പിക്കുന്നത്. ഫോൺ ഓഫ് ചെയ്തെങ്കിലും പോലീസിന് അയാളെ കണ്ടെത്താനുള്ള മറ്റൊരു മാർഗം തെളിഞ്ഞു. നേപ്പാൾ അതിർത്തിയിലെത്തിയ കമൽ UP-യിലെ മധുരയിലേക്ക് മടങ്ങി. ഫോൺ ഓഫാക്കിയെങ്കിലും പ്രതി സഞ്ചരിച്ച വഴിയിലെ ടോൾ പ്ലാസകളും മറ്റ് CCTV ദൃശ്യങ്ങളും ഡൽഹി പോലീസ് പിന്തുടർന്നു. ഇതോടെയാണ് കമൽ മധുരയിലെത്തിയെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഉത്തർപ്രദേശ് പോലീസിന്റെ സഹായത്തോടെ മധുരയിൽ പോലീസ് തെരച്ചിൽ ശക്തമാക്കി. 2026 ഓഗസ്റ്റ് 2 ഞായറാഴ്ച റെയിൽവേ സ്റ്റേഷൻ, മധുര, ഉത്തർപ്രദേശ്. നേപ്പാളിലേക്ക് കടക്കാൻ കമൽ മറ്റൊരു ശ്രമം നടത്താൻ ഒരുങ്ങുന്നതായി ഡൽഹി പോലീസിന് അന്വേഷണത്തിൽ വിവരം ലഭിച്ചു. തുടർന്നാണ് മധുര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഇയാളെ പോലീസ് പിടികൂടിയത്. കമലിന്റെ സ്കൂട്ടർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ടെത്തിയതോടെയാണ് കമലിനായി പോലീസ് ആ ഭാഗത്ത് വല വിരിച്ചത്. ഇയാളുടെ ബാഗിൽ നിന്നും 12.75 ലക്ഷം രൂപ പോലീസ് കണ്ടുകെട്ടി. ബാങ്കിൽ നിന്ന് പിൻവലിച്ച തുകയും വീട്ടിൽ നിന്ന് മോഷ്ടിച്ച തുകയും ഒത്തുനോക്കിയതോടെ പിടിയിലായത് കമൽ സിംഗ് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിടിയിലായ കമലിനെയും കൊണ്ട് ഡൽഹി പോലീസ് ജഗത്പുരി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. കമൽ സിംഗിനെ ഡൽഹിയിലെത്തിച്ച് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. സൈബർ ഫോറൻസിക് തെളിവുകളും കൃത്യമായ ചോദ്യങ്ങളും മുന്നിൽ വച്ചുള്ള പോലീസിന്റെ തന്ത്രപരമായ ചോദ്യം ചെയ്യലിൽ കമലിന് പിടിച്ചു നിൽക്കാനായില്ല. കോമൾ ആത്മഹത്യ ചെയ്തതാകാമെന്ന വാദം കമൽ മുന്നോട്ട് വച്ചെങ്കിലും പോലീസിന്റെ നിരന്തരമായ ചോദ്യങ്ങളിൽ കമൽ പതറി. കമലിന് താൻ ചെയ്ത കൊടുംപാതകം ഏറ്റുപറയേണ്ടി വന്നു. ഗോരഖ്പൂരിൽ എത്തിയതിനു പിന്നാലെ പോലീസ് തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കമൽ സിംഗ് മൊബൈൽ ഫോൺ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്തത്. അതിർത്തിയിൽ വെച്ച് താൻ പിടിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് കമൽ സിംഗ് നേപ്പാൾ അതിർത്തി കടക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചത്. പോലീസിനെ വഴിതിരിച്ചു വിടാനായി പെട്ടെന്ന് തന്നെ കമൽ തന്റെ പ്ലാൻ മാറ്റി. പക്ഷെ അയാൾ തിരിച്ച വഴിയിലൂടെയല്ല, കൃത്യമായ വഴിയിലൂടെയാണ് പോലീസ് അയാളിലേക്ക് എത്തിയത്. സ്വന്തം ഭാര്യയെ ഇത്രയും പൈശാചികമായി കൊന്നുകളയാൻ എന്താണ് കാരണം?
അത്രമാത്രം വളർന്നിരുന്നോ അവരുടെ കുടുംബ വഴക്ക്? ആയുധം കരുതി വെച്ചുള്ള, മുൻകൂട്ടി പ്ലാൻ ചെയ്തുള്ള കൊലപാതകം തന്നെയല്ലേ അത്? ഭാര്യയെ ഇല്ലാതാക്കണമെന്ന് കമൽ മുൻകൂട്ടി തന്നെ ആസൂത്രണം നടത്തിയിരുന്നു. സ്വത്ത് തർക്കം തന്നെയാണ് ഭാര്യയെ വകവരുത്താനുള്ള തീരുമാനത്തിലേക്ക് കമലിനെ നയിച്ചത്. കോമളിനെ കൊലപ്പെടുത്താൻ വേണ്ടി കത്രിക ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കമൽ വാങ്ങി സൂക്ഷിച്ചിരുന്നു. 2026 ജൂലൈ 30 വ്യാഴാഴ്ച, സമയം രാവിലെ 8 മണി. രാവിലെ തന്നെ കോമളും കമലും തമ്മിൽ വലിയ തർക്കം നടന്നു. കമൽ സിംഗ് വാങ്ങാനിരുന്ന സ്വത്തിന്റെ പേരിലാണ് തർക്കം രൂക്ഷമായത്. സ്വത്തിന്റെ ഒരു ഭാഗം തനിക്കും വേണമെന്ന് കോമൾ ആവർത്തിച്ചു. മാതാപിതാക്കൾ തമ്മിലുള്ള തർക്കം നടക്കുന്നതിനിടെയാണ് മക്കളായ ഗൗരവും ഗൗരികയും രാവിലെ ജോലിക്കായി പോയത്. അപ്പോഴേക്കും കോമളുമായി തർക്കത്തിന്റെ പേരിൽ കമലിന്റെ ഉള്ളിൽ വലിയ വൈരാഗ്യം ഉടലെടുത്തിരുന്നു. സമയം ഉച്ചയ്ക്ക് 12:45. രാവിലെ എത്തിയ വീട്ടുജോലിക്കാരി ജോലി കഴിഞ്ഞു മടങ്ങി. ഉച്ചയ്ക്ക് ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ അലക്കിയ വസ്ത്രങ്ങൾ ഉണക്കാനായി പോയതായിരുന്നു കോമൾ. വസ്ത്രങ്ങൾ ഉണക്കാനിട്ട ശേഷം തിരികെ മുറിയിലേക്ക് വന്ന കോമളിനെ പിന്നിലൂടെ എത്തിയ കമൽ സിംഗ് ആക്രമിക്കുകയായിരുന്നു. കോമളിന്റെ തലയിലൂടെ പിൻഭാഗത്തായി വാളുകൊണ്ടാണ് കമൽ സിംഗ് വെട്ടിയത്. എന്നാൽ ആ വെട്ട് അത്ര ശക്തമായിരുന്നില്ല. പക്ഷെ വെട്ടിൽ കോമൾ തലതെല്ലി താഴെ വീണു. പിടഞ്ഞെഴുന്നേറ്റ കോമൾ നിലവിളിച്ചുകൊണ്ട് വീണ്ടും ഓടാൻ ശ്രമിച്ചു. പക്ഷെ വിടാൻ കമലിന് ഭാവമില്ലായിരുന്നു. കോമൾ പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചുകൊണ്ട് ഓടിയത് ഫ്ളാറ്റിലെ അടുക്കള ഭാഗത്തേക്കാണ്. ഇവിടെ ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും കമൽ പിന്നാലെ ഓടിയെത്തി. കോമളിനെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് തിരികെ അയാൾ എത്തിച്ചു. അവിടെ വെച്ച് നേരത്തെ വാങ്ങി സൂക്ഷിച്ചിരുന്ന കത്രിക കൊണ്ട് കോമളിന്റെ ശരീരത്തിൽ അയാൾ നിരന്തരം കുത്തി. പിന്നാലെ കോമൾ മരണത്തിന് കീഴടങ്ങി. തൊട്ടടുത്തുള്ള താമസക്കാരും താഴെ ഫ്ളാറ്റിലുള്ള കമലിന്റെ മാതാപിതാക്കളും കോമളിന്റെ നിലവിളി ശബ്ദം കേട്ടിരുന്നു. എന്നാൽ ആരും തർക്കത്തിൽ ഇടപെട്ടില്ല. ബഹളം കേട്ട കമലിന്റെ പിതാവ് ഭാര്യയോട് പോയി നോക്കാൻ പറഞ്ഞെങ്കിലും നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നായിരുന്നു മറുപടി. കോമൾ മരിച്ചുവെന്ന് ഉറപ്പാക്കിയ കമൽ കുളിച്ചു വൃത്തിയായി. 15 മിനിറ്റോളം നീണ്ട കുളി. പിന്നെ അയാൾ തന്റെ വസ്ത്രങ്ങളും കൊലയ്ക്കുപയോഗിച്ച വാളും ഒരു കവറിലാക്കി. കോമളിന്റെ മുറിയിൽ നിന്ന് അയാൾ അതിനോടകം 5 ലക്ഷം രൂപ കൈക്കലാക്കിയിരുന്നു. വസ്ത്രങ്ങളും വാളുമിട്ട കവറ് തോളിലിട്ട് സ്കൂട്ടറും എടുത്ത് പുറത്തേക്ക് പോയ കമൽ മാർഗമധ്യേ കവർ വഴിയിൽ ഉപേക്ഷിച്ചു. രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി 7 ലക്ഷം രൂപയും കമൽ പിൻവലിച്ചു. ആകെ 12,75,000 രൂപയുമായാണ് കമൽ UP-യിലേക്ക് കടന്നത്. തുടക്കത്തിൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത ശേഷം ഗോരഖ്പൂർ ഭാഗത്തേക്ക് പോയത് നേപ്പാളിലേക്ക് പോകുന്നുവെന്ന പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. കുറ്റസമ്മതം നടത്തിയതിനു പിന്നാലെ കോമൾ വധക്കേസിൽ കമൽ സിംഗിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സിനിമാ രംഗങ്ങളിൽ എന്ന പോലെ അയാൾ ആ ക്രൂരകൃത്യത്തിന്റെ നേർവിവരണം നടത്തി. വാളും കത്രികയും ഒക്കെ വെച്ചുള്ള, കരുതി വെച്ചുള്ള കൊലപാതകം. അയാൾക്ക് എങ്ങനെ അത് സാധിച്ചു? അയാൾ അങ്ങനെ ഒരു ബലിഷ്ഠനായ കൊലയാളിയാണ്. കമൽ സിംഗ്, വയസ്സ് 62, സോഫ്റ്റ്വെയർ കൺസൾട്ടന്റ്, ഗഗൻ വിഹാർ. അതങ്ങനെ വെറുതെ നടത്തിയ ഒരു കൊലപാതകമായിരുന്നില്ല. കമൽ സിംഗ് ആ ഞെട്ടിക്കുന്ന വിവരം കൂടി പോലീസിനോട് വെളിപ്പെടുത്തി. ഒരു വെബ് സീരീസാണ് തനിക്ക് കൊലപാതകത്തിന് പ്രചോദനമായത്. ദ സ്റ്റെയർ കേസ്. HBO-യുടെ ഒരു വെബ് സീരീസ് ആയിരുന്നു ദ സ്റ്റെയർ കേസ്. 2001 HBO Max 8 എപ്പിസോഡുള്ള വെബ് സീരീസ് പുറത്തിറക്കിയത്. നോർത്ത് കരോലിനയിൽ മരിച്ച കാതലിൻ പീറ്റേഴ്സിന്റെയും കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട ഭർത്താവ് മൈക്കൽ പീറ്റേഴ്സിന്റെയും യഥാർത്ഥ ജീവിത സംഭവങ്ങളെ ആസ്പദമാക്കിയ
സീരീസ് ആയിരുന്നു ദ സ്റ്റെയർകേസ്. കോളിൻ ഫിർത്തും ടോണി കൊലൈഡും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഈ ക്രൈം പരമ്പര നീണ്ട നിയമ പോരാട്ടങ്ങളും കുടുംബ ബന്ധങ്ങളിലെ രഹസ്യങ്ങളും അന്വേഷണവുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. കൊലപാതകം ആസൂത്രണം ചെയ്തതും തെളിവ് നശിപ്പിച്ചതുമെല്ലാം വെബ് സീരീസ് കണ്ടാണെന്ന് കമൽ വെളിപ്പെടുത്തി. വെബ് സീരീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കേസിലെ തെളിവുകൾ ദുർബലപ്പെടുത്താനായി വസ്ത്രവും വാളുമെല്ലാം അടങ്ങിയ ബാഗ് യാത്രക്കിടെ ഉപേക്ഷിച്ചതെന്നും കമൽ പോലീസിനോട് പറഞ്ഞു. സിനിമാ കഥയെ വെല്ലുന്ന ആസൂത്രണത്തിനൊടുവിലാണ് കമൽ സിംഗ് ഭാര്യ കോമളിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. കമൽ സിംഗിനെ ഡൽഹി പോലീസ് കർക്കർഡൂമ കോടതിയിലാണ് ഹാജരാക്കിയത്. കോടതി നടപടികൾക്ക് ശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത കമലിനെ തീഹാർ ജയിലിലേക്ക് മാറ്റി. കൊലപാതകത്തിന് ഉപയോഗിച്ച യഥാർത്ഥ ആയുധമായ വാൾ പോലീസ് തെളിവെടുപ്പിനിടെ കണ്ടെത്തി. കമലിനെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഡൽഹി പോലീസ്. കൊലപാതകത്തിന്റെ ചോരമണം മാറ്റാൻ 15 മിനിറ്റോളം അയാൾ കുളിമുറിയിൽ കഴുകി തീർത്തത് തന്റെ പാപങ്ങളല്ല, അത് തെളിവുകളായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുമായി അതിർത്തി കടന്ന് നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച തന്ത്രശാലിയായ കുറ്റവാളി ഒടുവിൽ നിയമത്തിന്റെ ചരടുകൾ അയാളെ വരിഞ്ഞു മുറുക്കി. വെർച്വൽ ലോകത്തെ കുറ്റകൃത്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് പറിച്ചിറക്കിയ ചോരമണക്കുന്ന ക്രൂരതയുടെ നേർക്കാഴ്ചയാണ് ഈ കേസ്. നാളെ വീണ്ടും കാണാം മറ്റൊരു കേസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.